മുറിക്കാത്തിരുന്നു. അന്നേരം മരുമക്കൾ അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ ചെല്ലുന്നത് നിങ്ങളോട് ചെല്ലാതെ, അല്ലെങ്കിൽ ചൂട് കാപ്പി കുടിക്കുന്നവരാണ് ഓരോ ഗ്ലാസ് കൊണ്ട് കൊടുത്തേക്കണം. പാട്ട് പാടി പ്രാർത്ഥിച്ച് തീർന്നിട്ട് കൊടുക്കാനിരിക്കരുത്. പാട്ട് തുടങ്ങുമ്പോഴേ ആദ്യത്തെ 2-3 പാട്ടായാലും പാടും. ആദ്യത്തെ പാട്ട് പാടുമ്പോഴേ കൊടുത്തേക്കണം. അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പം ഒരു സുഖമാണ്. അവരൊരു ദീർഘശ്വാസമൊക്കെ വിട്ടൊരു സ്തോത്രം പറഞ്ഞാൽ നിനക്ക് നിൻ്റെ സന്തതിക്കും അനുഗ്രഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ചെയ്ത് പഠിക്കണം. പ്രായമുള്ള അമ്മ വീട്ടിലുണ്ട്, തുണി കഴുകുക, അമ്മയെ കൊണ്ട് കഴിയിക്കരുത്. ഇതുപോലെ കൊച്ചാ എന്നാലാണ്ട അവിടെ ഇരിക്കുന്ന ആണ്ടാമോ എത്ര വയസ്സുണ്ട് മോളെ? അതൊക്കെ നല്ല പ്രായമാണ്. അമ്മയുടെ പുറകിരിക്കുന്ന കണ്ണാടി അമ്മയുടെ പുറകിരിക്കുന്നു. എത്രയുണ്ട്? എത്ര വയസ്സുണ്ടെന്ന്? നമുക്ക് മുന്നിൽ ഇരിക്കുന്ന ആകും 20 രണ്ടും 20-കാരാ. എത്രയുണ്ട് മോളെ? 24. കണ്ടോ? 24. അപ്പം മരുമക്കള് കുഴപ്പമില്ലെന്ന്. കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലോ, മെന്ത് കയറുന്നതായിരിക്കും അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും, വീടൊന്നും കത്തിപ്പോകുകയല്ല. അപ്പോൾ ഈ കൊച്ചു പെൺപിള്ളേരാണ് അമ്മ പറഞ്ഞു കൊടുക്കണം, എടി അമ്മച്ചിയുടെ തുണി മേടിച്ച് കഴുകി കൊടുക്കാൻ പറയണം. അമ്മ കുളിക്കാൻ ബാത്റൂമിലോട്ട് കയറുമ്പോൾ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കണം. ഇപ്പം പിന്നെ ബാത്റൂമിലൊക്കെ ഇണക്കിയിട്ടുണ്ട് മിക്കയിടത്തും. അതല്ലാത്തവരാണെങ്കിൽ ചൂടുവെള്ളം വെട്ടിത്തിളപ്പിച്ച് കൊടുക്കരുത്. അമ്മേനെ ഒത്തിരി നാൾ കൊണ്ടൊന്ന് കുളിപ്പിക്കണമെന്ന് ഓർക്കുക. തിളപ്പിക്കടി വെള്ളം 104 ഡിഗ്രി സെൽഷ്യസിൽ. നമുക്ക് അമ്മേനെ ഒന്ന് കൊച്ചു പെൺപിള്ളേരുണ്ടെങ്കിൽ അമ്മ ബാത്റൂമിലോട്ട് കയറുമ്പോൾ കുളിക്കാൻ വെള്ളം കാഞ്ഞൊന്ന് കൈയിട്ട് നോക്കുമ്പോൾ അറിയാം. അതാ കണക്ക്. അത് തള്ളയെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വിടരുത്. കൊച്ചുങ്ങളെ കൊണ്ടോ നിങ്ങൾ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവെക്കണം. പ്രായമുള്ള അമ്മ കുളിക്കാൻ കയറുമ്പോൾ, അല്ലെ അപ്പച്ചൻ കുളിക്കാൻ കയറുമ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ, അല്ലെ പ്രായമുള്ള അമ്മയാണെങ്കിൽ കൊച്ചു പെൺപിള്ളേർ അമ്മയുടെ കൂടെ ബാത്റൂമിൽ കയറി ഒന്നെങ്കിൽ ഇഞ്ചയോ അല്ലെ തത്തുല്യമായ ആ പുറമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. പ്രായമുള്ളവർക്ക് കൈ വഴങ്ങുകയില്ല, പക്ഷേ പുറത്തൊക്കെ ചൊറിച്ചിലും നൊരയ്ക്കുന്നത് പോലൊക്കെ തോന്നും. തുള്ളനെഴഞ്ഞ് നടക്കുമെന്ന വേറെ ദിവസത്തിലെ പ്രയോഗം. പ്രായമാകുമ്പോഴേ തുള്ളൻ ചുമ്മാ ഇരിക്കുമ്പോഴേ പുറത്തോട്ട് ഓനഞ്ഞ് വന്ന് എൻ്റെ പുറത്തോട്ടാണ് നൊരയ്ക്കുന്നത്. അവൻ നോക്കുമ്പോൾ ഒന്നുമില്ല, തോന്നുക. അപ്പോൾ പ്രായമുള്ള അമ്മയ്ക്ക് കൈ വഴങ്ങി കിട്ടുകയില്ല. അപ്പം അമ്മ പുറവന്ന് പതുക്കെ തേച്ച് കൊടുക്കണം. തൊണ്ടിട്ട് തേക്കരുത്. കസിയ ഇന്നലെ പൊതിച്ച പച്ചത്തേങ്ങയുടെ തൊണ്ട് കിടപ്പുണ്ട്, പപ്പാതി മുറിച്ചോണ്ട് വാ, നമുക്ക് അമ്മേനെ ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നതല്ലേ ഒരു നേര് തൊലിയിലും കൂടെ തള്ള തീർന്ന്. പിന്നെ തള്ളയ്ക്ക് വെള്ളവും തൊണ്ടും കാണുമ്പോൾ വെപ്രാളം, അയ്യോ വെള്ളവും തൊണ്ടും. അങ്ങനല്ല, മനസ്സിലായോ? തുണിയൊക്കെ കഴുകി കൊടുക്കണം, വസ്ത്രമൊക്കെ തേച്ച് കൊടുക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഭക്ഷണം കൃത്യസമയത്ത് പ്രായമുള്ളവർക്ക് കൊടുക്കണം, കൃത്യസമയത്ത് കൊടുക്കണം. ചൂടുകഞ്ഞി അതേ ഉള്ളു, മതി. അത് അനിച്ചക്കഞ്ഞി കൊണ്ട് കൊടുക്കരുത്. പെട്ടെന്ന് കുടിക്കും. എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകേണ്ടതാണ്. വെള്ളം കുടിച്ചപ്പോൾ തൊണ്ടയെല്ലാം കൂടെ പൊള്ളി, ഇനി വേണ്ട, അങ്ങനെ കൊടുക്കരുത്. നൂഡിൽസ് ഒന്നും ഇപ്പോൾ തള്ളയ്ക്ക് കൊടുക്കണ്ട, ചൂടുകഞ്ഞി മതിയെന്ന്. നമ്മുടെ മുളകടച്ച് നമ്മുടെ സാഹചര്യം അതാ, മതി. അച്ചാറേ ഉള്ളു, മതി. അത് സമയത്ത് കൊടുക്കണം, അവരെ ശുശ്രൂഷിക്കണം. മുമ്പേ പറഞ്ഞ പോയിൻ്റാ, പ്രായമുള്ളവരെ കൊണ്ടുപോകണം. അവർ വരുന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ ഒറ്റയ്ക്കിടരുത്. ഞാൻ അതിന് മറുവശം പറയാം. നമ്മൾ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മോനെ ഇപ്പോൾ കുശീർത്തി, ഇവനെ അത്രയും കുശീർത്തി കണ്ടില്ല. ഇതിൻ്റെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവനതിലും വില്ലനായിരുന്നായിരിക്കും. അപ്പോൾ അവനും മയമാവ് വരും, ഈ ടൈപ്പ് വരും ഇച്ചിരി കഴിഞ്ഞ്. അപ്പോൾ കുശീർത്തി ആണേലും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് രണ്ടും, നിങ്ങൾക്ക് നമ്മൾ കുഞ്ഞുനാളിൽ കല്യാണത്തിന് പോയപ്പോൾ കടയിൽ പോയപ്പം അല്ലെ എങ്ങോട്ടില്ലുമ്പം ഈ പിള്ളേരെ ഇട്ടേച്ചാണോ പോയത്? പറ. അവരെയൊക്കെ കുശീർത്തി ആണേലും എടുത്ത് ഒക്കത്ത് വെച്ചു അല്ലേ? നമ്മുടെ അപ്പനും അമ്മയും
ചെറുപ്പത്തിൽ നമ്മൾ മുട്ടാലിഴഞ്ഞ് നടന്നപ്പം, അല്ലെ മലന്ന് കിടന്നപ്പം, അല്ലെ പിച്ച നടക്കാൻ ശീലിച്ചപ്പോൾ നമ്മളെ ഒറ്റക്കിട്ട് ചെങ്ങും പോയില്ലല്ലോ. പോയോ? ഭർത്താവ് പറഞ്ഞ് ആ കിടന്നോളൂ, നീ ഒരുങ്ങി വാ നമുക്ക് പോവാം. പോയില്ല. കടയിൽ പോയപ്പോഴും അമ്മയുടെ ഒക്കെ നമ്മളുണ്ട്. കല്ലേ വെച്ച് അരച്ചപ്പോഴും കൊച്ചു വന്ന് തുണിയെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം മുളകുണ്ടെന്നില്ല മറ്റേ കൈക്കൊന്ന് ഇല്ലേ. കല്യാണത്തിന് പോയപ്പോഴും കൊച്ചിനെ ഒരുക്കിക്കൊണ്ട, കല്യാണപ്പന്തൽ ചെന്നിരുന്നപ്പോഴും കൊച്ചു മടിയിലുണ്ട്. കടിക്കാനെടുത്ത് വെച്ചപ്പോഴും കൊച്ച് ആദ്യം കുഞ്ഞിന് ഇല്ലേ. അങ്ങനല്ലേ നമ്മളെ വളർത്തിയേ. പിച്ച നടന്നപ്പോഴേ, മലന്ന് കിടന്നപ്പോഴേ, കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ അങ്ങനല്ലേ സംരക്ഷിച്ചേ. അപ്പം നമ്മൾ കഴിവും പ്രാപ്തിയാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും അതുപോലെ സംരക്ഷിക്കണം. പണ്ടൊരാൾ മുതലാളിയോട് എന്ന് പറഞ്ഞ്, മുതലാളി എനിക്കിന്ന് കുറച്ചേറെ പൈസ വേണം. നിനക്കെന്നും അങ്ങ് പൈസ വേണമല്ലോ, എന്നാടാ ഇത്ര ചിലവ്? അന്നേരം അവൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി പ്രാരാബ്ധമുള്ള മനുഷ്യനാണ്. കാരണം വീട്ടുകാരി എന്നും നടക്കണം, പിന്നെ എനിക്ക് കുറച്ച് കടം തീർക്കാനുണ്ട്, പിന്നെ ഞാൻ ഇച്ചിരി കടം കൊടുക്കുന്നുമുണ്ടെന്ന് പറഞ്ഞു. കടം കൊടുക്കുന്നുമുണ്ട്, കുറച്ച് കടം തീർക്കുന്നുമുണ്ട്, വീട്ടുകാരും നടക്കണം അന്നന്ന്, അതുകൊണ്ട് ഇച്ചിരി ചിലവാണ്. അപ്പം മുതലാളി എന്തോ നിനക്ക് ഇതിന് വേണ്ട കടം തീർക്കാൻ, ആർക്കാണ് നീ കടം കൊടുക്കുന്നത്? അപ്പം അവൻ പറഞ്ഞു, കടം തീർക്കുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ്. അവിടെ കടം തീർത്തുകൊണ്ടിരിക്കുക. കടം കൊടുക്കുന്നത് എൻ്റെ പിള്ളേരുടെ കാര്യത്തിനാണ്, അവർക്ക് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കടം തീർക്കുന്നവരും കടം കൊടുക്കുന്നവരുമായിരിക്കണം. എന്തുവാ ഈ സമയം? പോരെ, നിർത്തട്ടെ, അതോ ഇച്ചിരി കൂടെ വേണോ? ഞാൻ എന്തിനും തയ്യാറാ. ഇനി വേണോ? തരാം. പിന്നെ ഇരിക്കല്ലോ. 9 നിർത്താം. കടം കൊടുക്കുന്നവരും കടം തീർക്കുന്നവരുമായിരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. അപ്പനെയും അമ്മയും വേദനിപ്പിക്കരുത്, അവർ ഞരങ്ങരുത്. പ്രായമാകുമ്പോൾ അവരുടെ മനസ്സിന് മനോസുഖം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ അവർ ഉമിത്തിക്കകത്ത് നീറുന്നത് പോലെ മുറിക്കാത്തിരിക്കരുത്. പ്രായമുള്ളവർ പിള്ളേരെ വളർത്തി പഠിപ്പിച്ചൊക്കെ ഒരു പുരുഷപ്രാപ്തിയാക്കിയില്ലേ, പിന്നെ അവർ വീട്ടിൽ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിന് സുഖം ഉണ്ടാകണം, മനോസുഖം വർദ്ധിക്കണം. അവർക്ക് മനസ്സിന് സുഖം വന്നാൽ നമ്മുടെ സന്തതിക്കും അത് അനുഗ്രഹമാണ്. മനസ്സിലായോ? അപ്പനെ അമ്മയും തീറ്റിക്കരുതെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. മക്കളോട് പറയാം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. വൈര് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ നിനക്ക് നന്മയുണ്ടാവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന. ഇത് വലിയ കൽപ്പനയാ, പ്രമാണമാ, ഇത് കൽപ്പനയാ. പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേക്കണം. അപ്പച്ചൻ വരുന്നു, കാലം കയറ്റി വെച്ചിരിക്കുകയല്ല അപ്പച്ചനെ കാണുമ്പോൾ. എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ ധാരാളം കണ്ടിട്ടുണ്ട്. വഴിയെ കൂടെ ഒരു പുരുഷൻ പോയാലും വാതക്കൽ സ്ത്രീകൾ ഇരുന്ന് ഉടനെ എഴുന്നേക്കും. ഞങ്ങളുടെ വല്യമ്മച്ചയൊക്കെ അങ്ങനെ പറയും, എടി 2 ആണുങ്ങൾ വരുന്ന എഴുന്നേക്കാൻ പറയും. നമ്മുടെ വീട്ടിലോട്ടല്ല വഴിയേ പോകുന്നതാ, എന്നാലും ഉടനെ ഇന്നെങ്ങാനും ആണുങ്ങൾ വരികയാണെങ്കിൽ അവൾ കുറച്ചുകൂടെ ഉയരത്തിലോട്ട് കയറിയിരിക്കും, അവൻ എടുത്ത് ചാടും കയ്യാലേന്ന്. പ്രായമുള്ള അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ കൊച്ചു പെമ്പിള്ളേരൊന്നും ഉറക്കെ സംസാരിക്കുകയല്ല. അമ്മ പറയും, ഇച്ചാൻ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് നേരെ തിരിച്ച് അച്ചായനോടാ, മിണ്ടാതെ, അവൾ അവിടെ ഉണ്ട് മിണ്ടാതെ, എന്തായാലും ഉണ്ട്, എൻ്റെ ചെവിയിലോട്ട് പറ. അങ്ങനത്തെ കാലമാ. പണ്ട് അപ്പം ഭൂമുഖത്തിരിപ്പുണ്ടെങ്കിൽ മിണ്ടുകയല്ല. കൊച്ചു പെമ്പിള്ളേർ നടമുറിക്ക് നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മ എടി ഇച്ചാൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയും. അങ്ങനത്തെ ഒരു കാലമാ.
ഇപ്പോഴോ ഇച്ചാനെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒറ്റ അടിക്ക് കിച്ചാനെ കനാലിൽ കളയാവോ, കാരണം അവ കാപ്പിനകത്തോടെ സാധനം ഇറങ്ങി വരിക. അങ്ങനെ കിച്ചാനും പറഞ്ഞ് വാതിക്കരുന്ന് അടിച്ച് തന്നെ. വല്ലാത്ത കാലമാണ്. അപ്പനെയമ്മയും ബഹുമാനിച്ചോണം കേട്ടോ. അപ്പനോടും അമ്മയോടൊന്നും കയർത്ത് സംസാരിക്കരുത് കുഞ്ഞുങ്ങൾ. സ്തോത്രം. അപ്പനും അമ്മയ്ക്ക് ചിലപ്പോൾ 10 മക്കൾ കാണും. നീ ചെയ്യേണ്ട കടമ നീ തന്നെ ചെയ്യണം. അത്യാവശ്യമാണ്. 4-5 ആൺപിള്ളേരുള്ള വീട്ടിൽ ചിലപ്പോൾ ചില മരുമക്കൾ ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾക്ക് മാത്രമേ അപ്പനും അമ്മയെന്ന് പറയുമ്പോൾ ഇത്ര എണ്ണം. നിങ്ങളുടെ അനിയനല്ലേ ജോണ്, അവൻ എന്തിട്ട് ഇത്രോ? തങ്കച്ചന് നിങ്ങളുടെ അനിയനല്ലേ, സ്വന്തം അനിയൻ. അവർക്ക് ആർക്കും ഇത്രയും തണ്ണമില്ലല്ലോ അപ്പനും അമ്മ, നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ അപ്പനും അമ്മയെന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾ പറയും. അപ്പനും അമ്മയ്ക്ക് 100 മക്കൾ കാണും, പക്ഷെ നീ ചെയ്യേണ്ട കടമ നീ തന്നെ ചെയ്യണം. വിതയ്ക്കുന്നതല്ലേ കൊയ്യാൻ പറ്റുള്ളൂ അല്ലേ? വിതയ്ക്കുന്ന കൊയ്യ. പിള്ളേർ നമ്മളെ കണ്ടല്ലേ വളരുന്നേ, നമ്മുടെ ക്രിയകൾ കണ്ട ഈ പിള്ളേർ. പണ്ടൊരു മോൻ അപ്പനോട് പറഞ്ഞു, അച്ചായ എനിക്കിന്ന് അച്ചായനെ ഒന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കണം. അപ്പനോട് എന്നെ ഡൗട്ട്, ഇന്നെങ്ങനെ ഞാൻ തന്നെയാണല്ലോ കുളിക്കുന്നത്. അപ്പോൾ അപ്പന് 68 വയസ്സ് കഴിഞ്ഞു. അപ്പം ചോദിച്ചു, എന്നെ നിനക്ക്? അല്ല, എനിക്ക് ഇന്ന് ഒരു ആഗ്രഹം, അച്ചായനെ നല്ലതുപോലെ എണ്ണ തേച്ച് കടവിൽ കൊണ്ടുപോയി. എന്നാൽ അപ്പനോട് തന്നാൽ ഇവൻ്റെ ആഗ്രഹമല്ല. എന്നാൽ ജോയിക്കുട്ടി എണ്ണ തേക്കാൻ പറഞ്ഞു. തല നിറച്ച എണ്ണ തേച്ച് നന്നായിട്ട് തടകി. എന്നാൽ അപ്പം പറഞ്ഞു, നമുക്ക് എന്നാൽ കടവിലോട്ട് പോവാം. ഇല്ല, തോളലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അപ്പന് പിന്നെ കടവിൽ വെച്ചൊരു ദൂരം പോകണം. അപ്പോൾ അപ്പനെ തോളെ കയറ്റി. അപ്പോൾ അപ്പൻ ഇങ്ങനെ തോളത്തിരിക്കുക, ജോയിക്കുട്ടി നടക്കുക. അപ്പോൾ അപ്പനും മിടുക്കനാ. അപ്പൻ ചോദിച്ചു, ജോയിക്കുട്ടി ഇന്ന് എണ്ണ തേപ്പിച്ച് തോളെ കയറ്റി കടവിൽ കൊണ്ട് കുളിപ്പിക്കാൻ നിനക്ക് ആഗ്രഹം വന്ന് നീ എന്നോട് സത്യം പറയന്ന. അപ്പം കടവെടുത്തു. നിങ്ങളന്ന് കടവിൽ വന്നു, നീ എന്നോട് എന്താണെന്നില്ല സത്യം പറ. അപ്പം അവൻ പറഞ്ഞു, അച്ചായൻ ചങ്കിന് കൊള്ളുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് സത്യം പറയാം. അച്ചായനെ കുളിപ്പിക്കണമെന്നുള്ളത് ആഗ്രഹം, പക്ഷേ നന്നായിട്ട് കുളിപ്പിച്ച് കടവി മുക്കി കൊല്ലാൻ വേണ്ടിയാണ്. ഇപ്പോൾ 68 ഇനിയിപ്പോൾ ചുമയും ശ്വാസം മുട്ടലും ചൂടുവെള്ളം കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴും 2 ഫ്ലാസ്കിനകത്ത്. പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തുറന്നങ്ങ് പറയാൻ കുഴപ്പമില്ലല്ലോ. കടവിൽ ഉടനെ തോളത്തിരുന്ന അപ്പൻ ഇറങ്ങാൻ പോവാ. അവനുടനെ കടവിലോട്ട് ഇറങ്ങച്ചാന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല അവിടെ നിൽക്ക്, ഒരു കാര്യം ചെയ്യണം, ഈ കടവിൽ വെച്ച് എന്നെ കുളിപ്പിക്കരുത്, അപ്പുറത്തെ കടവിൽ കൊണ്ടുപോകണം. ഉടനെ അവൻ ചോദിച്ചു, അതെന്നാ? ഉടനെ അപ്പം പറഞ്ഞ്, ഞാൻ എൻ്റെ അപ്പന് 78 വയസ്സുള്ളപ്പോൾ ഈ കടവിലാണ് ഇങ്ങനെ ഒന്ന് കുളിപ്പിച്ചത്. ആ കടവിൽ തന്നെ നീ എന്നെ, നമുക്കൊന്ന് കടവ് മാറാം. പുള്ളിയുടെ പേര് 78 പുള്ളി കുളിപ്പിച്ച്, പുള്ളിക്ക് ഇപ്പോൾ 68 ആയതേ ഉള്ളൂ. അപ്പം ജോയിക്കുട്ടി നിൽക്കുക കുളിപ്പിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വിതയ്ക്കുന്നത് കൊയ്യും. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും, പക്ഷേ നീതി വിതച്ചാൽ 100 മേനി നീതി നിനക്ക് കൊയ്യാം. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. അപ്പനെ അമ്മയും ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. ഇത് കൽപ്പനയാ. അപ്പനെ അമ്മയും വേദനിപ്പിക്കരുത്. അതിന് സമയം പോകുന്നു. 4-ാം വാക്യം വായിച്ച മോളെ. ഇനി മാതാപിതാക്കളുണ്ട്. പിതാക്കന്മാരെന്ന് വിളിക്കുന്നെങ്കിൽ മാതാക്കളുണ്ട് അതിനകത്ത്. ആനമനെ സൃഷ്ടിച്ചപ്പം അവ ഉണ്ടായിരുന്നല്ലോ. പിതാക്കന്മാരെ, നിങ്ങളെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. ഇനി മാതാപിതാക്കളുടെ ഒരു കാര്യം പറയാം. മക്കളെ കോപിപ്പിക്കരുത്. അപ്പനും അമ്മയും ചില കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, തൻ്റെ മക്കൾ തന്നോളമായ താനെന്ന് ചൊല്ലണമെന്ന.
പിള്ളേരോട് മുമ്പേ പറഞ്ഞ പോയിന്റ് വേറുകൃത്യം കാണിക്കരുത്, കൃത്യമായിരിക്കണം കാര്യം. മക്കളെ കോപിപ്പിക്കരുത്. ബാലശിക്ഷയിലും പത്യോപദേശ പിള്ളേരെ 119 സങ്കീർത്തനം കാണാതെ പഠിപ്പിക്കുന്നതല്ല പ്രാധാന്യം, പത്യോപദേശം പഠിപ്പിക്കുന്നതാ. 119 പഠിക്കുന്നത് നല്ലതാ, സങ്കീർത്തനമല്ലേ. അതിലുപരി പത്യോപദേശം പഠിപ്പിക്കണം. മോളെ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പ്രായമുള്ളവരെന്ന് എഴുന്നേക്കണം. പ്രായമുള്ളവരാണ്, അവർക്ക് ചായയോ കാപ്പിയോ കൊണ്ട് ചോദിച്ചു കൊടുക്കണം. ഊണിൻ്റെ സമയത്താണ് വന്നെങ്കിൽ ഉണ്ടെങ്കിൽ അവരോട് പറയണം, അപ്പച്ച കൈ കഴുകി വെച്ചിരിക്കാം. ഇതൊക്കെ പിള്ളേരെ ശീലിപ്പിച്ചെടുക്കണം. ഭിക്ഷക്കാർ വീട്ടിൽ വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇതൊക്കെ പിള്ളേരെ ശീലിപ്പിക്കണം. പത്യോപദേശം. നിങ്ങൾ വല്യമ്മച്ചോടൊന്നും കയറി പറയരുത് കേട്ടോ, അക്ഷരം വേണ്ടരുത്. വല്യമ്മച്ചോട് അപ്പച്ചനോടൊന്നും പറയരുത് കേട്ടോ. പിള്ളേരെ പറഞ്ഞു കൊടുക്കണം കാര്യങ്ങളല്ല. സ്തോത്രം. പത്യോപദേശത്ത് വളർത്തണം പിള്ളേരെ. അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം. അത് വേണം, അത്യാവശ്യമാണ്. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, കൊഞ്ചിക്കേണ്ട സമയത്ത് കൊഞ്ചിക്കണം, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. ശാസിച്ച് അമർത്തേണ്ട വിഷയം വരുമ്പം ശാസിച്ച് അമർത്തണം. ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. ഏലിക്ക് പറ്റിയ കുഴപ്പം ശാസിച്ച് അമർത്തിയില്ല. ശാസിച്ച് അമർത്താൻ കൊണ്ട് ആണ്ട പട്ട് കിടക്കുന്ന 2 എണ്ണം. മരുമകൾ അവിടെ ലേബർ റൂമിൽ വെച്ച് പോയി. അപ്പൻ പുൽപ്പറ്റലിരിക്കായിരുന്നു, പുറകോട്ട് വീണ് കടുത്തൊടിഞ്ഞ് താണ്ട കിടക്കുന്നു. സ്തൂലിച്ചിരിക്കുകയായിരുന്നു. സ്തൂലിച്ച് കാണി ചിക്കൻ എല്ലാം അടിച്ച് നല്ല സ്തൂലിച്ച് ഇങ്ങനെ പെടലിയൊന്നുമില്ല. ആണ്ട കിടക്കുന്നു. ശാസിച്ചമർത്തിയില്ല. അപ്പം ശാസിക്കേണ്ടതിൽ ശാസിക്കണം, ശാസിച്ച് അമർത്തേണ്ടതാണ് അമർത്തണം, അടിക്കേണ്ട വിഷയമാണ് അടിച്ചു വളർത്തണം. ഒലയ്ക്കൊക്കെ അടിക്കരുത്, നല്ല കമ്പ് കിട്ടും. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. ഡിഫൻഡർ അല്ല, അതൊക്കെ വേറെ കേസ്, അതൊക്കെ പോയല്ലോ. ബാലന് ശിക്ഷ കൊടുക്കാതെ ഇരിക്കരുത്. പൊട്ടിപ്പോകത്തൊക്കെ തല്ലെന്ന. അപ്പം അടിയുടെ ഫോഴ്സ് വരെ സദൃശവാക്ക് ഏതായത്തിലടിക്കണം. ഭൈരവസത്തിലുണ്ട് അതൊക്കെ. ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം ഇത്. കൂടെ തല്ലുകയും ചെയ്യരുത്. എടുക്കുന്ന കൈ ഉച്ചക്കണ്ട പേടി പോവും. ചെല്ലു പറഞ്ഞു ഇങ്ങനെ ഈ കറണ്ട് അടിച്ച പോലെ നിൽക്കുന്നതാണ് അമ്മ. തല്ലത്തുമില്ല. പിന്നെയും ചെല്ലുമ്പോൾ കോച്ച് അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കറണ്ട് അടി ഉള്ളതാന്ന് പറയും. പേടിയൊന്നും വരിക. തല്ലുന്ന വിഷയം ഇന്ന വിഷയത്തിനാണ് നിന്നെ തല്ലുന്നെന്നും പറയണം. ഇന്ന കാര്യത്തിനാണ് നിന്നെ ശിക്ഷിക്കുന്നത്, ഇനി അത് ആവർത്തിക്കരുത്. കർക്കശമായി പറഞ്ഞു വേണം. പിള്ളേർ തെറ്റ് ചെയ്ത് അനുകൂലിക്കരുത്. അപ്പൻ്റെ കുറ്റമോ അമ്മയുടെ കുറ്റമോ പിള്ളേർ പറയുമ്പം അമ്മയുടെ അടുക്ക വന്ന് അപ്പൻ്റെ കുറ്റം പറഞ്ഞ് അന്നേരം അടി കൊടുത്ത് ശാസിക്കണം. അപ്പൻ്റെ അടുക്ക വന്ന് അമ്മയുടെ കുറ്റം പറയുമ്പം അടിക്കണം. അമ്മയുടെ അടുക്ക വന്ന് പറയാം, ഈ പപ്പായുടെ കാര്യം നിനക്ക് ഇപ്പോഴേലും പിടികിട്ടിയല്ലോ, കുപ്പായുടെ കാര്യം പിടികിട്ടിയല്ലോ. അതെനിക്കറിയാം, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ഭാര്യയുടെ കുറ്റം വന്ന് അമ്മയുടെ കുറ്റം വന്ന് അപ്പനോട് പറയും, പപ്പ ഈ മമ്മി എന്നെ എങ്ങനെ, നിനക്കിപ്പോൾ തോന്നിയില്ലേ ഇവളെയാ ഞാൻ 22 കൊല്ലമായിട്ട്. അമ്മയുടെ കുറ്റം വന്ന് പിള്ളേർ പറയുമ്പോൾ അപ്പൻ ശാസിക്കണം, എടാ മിണ്ടിപ്പോരുതെന്ന് പറയണം. അപ്പൻ്റെ കുറ്റം വന്ന് അമ്മയോട് പറയുമ്പം വേണ്ട 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 നിർത്ത്. എന്തുവായി സമയം പറയണേ. അല്ല നിങ്ങൾ പിന്നെ പറയരുത്, അയാൾക്ക് ആളിനെ കണ്ടപ്പോൾ ഇളക്കം കയറി അയാളങ്ങ് പോയി. എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്നാ. പിന്നെ യോഗം തുടങ്ങാനൊരു സമയമുണ്ട്,
പിന്നെ എല്ലാത്തിനും സമയമില്ലേ? ഞങ്ങൾക്ക് തിരിച്ച് പോകാനും ഒരു സമയം. ദൈവത്തിന് മഹത്വം. അപ്പനെ അമ്മയും പിള്ളേരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. പിള്ളേർ തെറ്റ് ചെയ്ത് അനുകൂലിക്കരുത്. ചില പിള്ളേർ കള്ളത്തരം കാണിക്കും, അന്നേരം നിർത്തിയേക്കണം. എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞൊരു സംഭവം. 2 പിള്ളേർ ഇപ്പോഴല്ല പണ്ട സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വന്നപ്പം കണ്ടത്തിൽ പച്ചക്കറി, കണ്ടം വഴി വേണം വരാൻ, വയൽ പച്ചക്കറി കൃഷി, പടവളവും പാവലും കോവയ്ക്കായും പയറും ഒക്കെ ഇങ്ങനെ ധാരാളം. അപ്പോൾ പിള്ളേർ 2 മിടുക്കന്മാരാ. അമ്മമാർ ആ പാവൽ തോട്ടം അവിടുന്ന് മുഴുത്ത പാവയ്ക്ക 3-4 എണ്ണം മൂട്ടിച്ചു. അത് കിടക്കുന്ന കണ്ടാൽ മൂട്ടിക്കാൻ തോന്നും. അമ്മമാർ മൂട്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ ചോദിച്ചു, എവിടെ നിന്നാണ് പാവയ്ക്ക? അത് ഞങ്ങളിങ്ങോട്ട് വന്നപ്പം ഒരാൾ തന്നതാ. ആര് തന്നു? അതും അവിടെ നിന്ന് അച്ചായൻ, ഏറച്ചായൻ. അതും അവിടെ തോർത്തുമൊക്കെ തലയെ കെട്ടി തന്ന അച്ചായൻ. ഏത് തോർത്ത്? തലയെ കെട്ടി. പറയടാ, എവിടെ നിന്നാണ് ഇത്? അത് ഇവനാ ഇത് പറിച്ചത്. നീ പറിച്ചില്ലേ? ഞാനാ ചെറുതാ പറിച്ചത്. അവനാ വലുത് 2 എണ്ണം. കള്ളത്തരം പിടിച്ചു. എന്തിനാ ഇത് പറിച്ചു? പാവയ്ക്കാ നല്ലതാമേ. അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്കിഷ്ടമാണ്? എനിക്കിഷ്ടമാണ്. നിനക്കിഷ്ടമാണ്? എനിക്കിഷ്ടമാണ്. ഇഷ്ടമാണേ. ഈ അമ്മ ചെയ്തത് നടന്ന കാര്യമാണ്. എൻ്റെ വല്യമ്മച്ച് പറഞ്ഞ് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു, കറച്ചട്ടിക്കകത്തോട്ട് ഇട്ട് ഒരല്പം വെള്ളം ഇട്ട്, ഉപ്പൊന്നും ചേർത്തില്ല, പറ്റിച്ചു. 2 ഇല വെട്ടി, 3-4 പാവയ്ക്കായില്ലേ, 2 ഇല വെട്ടിയിട്ട് തുടച്ച് 2 അവന്മാരെ അങ്ങോട്ട് ഇരുത്തി പാവയ്ക്ക 2 ഇലയിലോട്ട് വിട്ട് മുഴുത്തൊരു കാപ്പിക്കമ്പ് കൊടുത്തുണ്ടെന്ന് കഴിക്കടാന്ന് പറഞ്ഞു. ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? ഉപ്പ് പോലും ചേർക്കാത്ത പാവയ്ക്ക, കൈപ്പന്തൊരു പാവയ്ക്ക ഒരു കഷ്ണം എടുത്ത് കഴിച്ചപ്പോഴേ പരുവക്കേടായി. കഴിക്കുന്നില്ല, അടിച്ചു, കുഴഞ്ഞു. 3-4 അടി 2 കൊടുത്ത്. ഇനി മോട്ടിക്കോടാന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എവിടുന്നേലും മോട്ടിക്കോട? ഇല്ല. എന്തെങ്കിലും മോട്ടിക്കോട? ഇല്ല. അടിച്ചു. ആ ചട്ടിക്കകത്തോട്ട് പാവയ്ക്ക കുടഞ്ഞിട്ടു. മൂത്തവൻ്റെ തലയെ വെച്ച് കൊടുത്തു. ഇളയവനെ നടത്തി. അമ്മ തന്നെ 2 കൂടെ കൊണ്ടുപോവുക പാവയ്ക്ക പറിച്ചെടുത്തോട്ട്. അവിടെ ചെന്നപ്പോൾ കൃഷിക്കാരൻ അന്തം വിട്ടുപോയി. ഇടയ്ക്ക് അടിക്കുന്നുണ്ട്, കരഞ്ഞോണ്ടാ. അവിടെ കൊണ്ടുവന്നു. അയാളോട് വന്നു, അയ്യോ എന്തുവാ? അതേ ഉമ്മ 2 4 മണി വിട്ട് പോന്നപ്പോൾ ഇവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന പാവയ്ക്കായ മോട്ടിച്ചതാ. അപ്പോൾ ആ കൃഷിക്കാരൻ, അയ്യോ എന്തിനാ കുഞ്ഞുങ്ങളത്? അതുങ്ങൾ ഇഷ്ടത്തിന് ആഗ്രഹത്തിനല്ലേ 2 എണ്ണം പറിച്ചത്, അതിനിങ്ങനെ ചെയ്യണം? അത് മോശമായിപ്പോയി. 2 കൊണ്ട് പറിച്ചുകൊണ്ട് പോകും. അടിച്ചു. അയാളുടെ മുന്നിലിട്ട് 2 അടി അടിച്ചു. അന്നേരം ആൾ കയറി വടിക്ക് പിടിച്ചു. പിന്നെ അടിക്കാൻ വന്നപ്പം അടിച്ചു. ഇച്ചിരി താമസിക്കുമെന്ന് പറ. പുള്ളി പയ്യെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചേ. അടിച്ചു. അപ്പോൾ ഈ കൃഷിക്കാരൻ പറഞ്ഞു, അയ്യോ കൊച്ചുങ്ങളെ അത്ര അടിച്ചത് മോശമാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മയുടെ ഡയലോഗ്, അതാ വല്യമ്മച്ചി എന്നെ പഠിപ്പിച്ചേ. അമ്മയുടെ ഡയലോഗാ. അതേ, ഇപ്പം ഞാനിവരെ അടിച്ചാൽ നാട്ടുകാർ പിന്നെ തല്ലുന്നത് ഞാൻ കാണേണ്ടി വരികയല്ല. പ്രായമാകുമ്പോഴേ ഇപ്പം ഞാനിവരെ 2 അടി അടിച്ചാൽ ഇവർ വളർന്നു വരുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ കൂട്ടം കൂടി ഇവരെ തല്ലുന്നത് ഞാൻ കാണത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ അടിക്കാതെ വിട്ടാൽ എൻ്റെ കണ്ണും മുമ്പിലിട്ട് നാട്ടിലുള്ളവരെല്ലാം കൂടെ പൊതിരെ തല്ലുന്നത് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായോ?
അങ്ങനെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തണം. സ്തോത്രം. ഇവർക്കൊക്കെ കുറച്ചുകൂടെ ഞാൻ പറയുന്നത് മനസ്സിലാകും. പണ്ടൊക്കെ സന്ധ്യയ്ക്ക് വീട്ടിൽ പാട്ട് പാടി പ്രാർത്ഥിച്ചില്ലേ കഞ്ഞി കൊടുക്കുകയല്ല, ഉറക്കെ പാടുകയും ചെയ്യണം. സ്തോത്രം. അതൊക്കെ അവർക്കാർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ആട്ടെ, മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും. ഇനി ദാസന്മാരോട് കാര്യം പറഞ്ഞു. വായിച്ചേ 5-ാം വാക്യം. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും. ഒരു സഭയിൽ യജമാനനും ദാസനുമുണ്ട്. മുതലാളിയും തൊഴിലാളിയും ഒരു സഭയിലാണ് കൂടുന്നത്. ആ തൊഴിലാളി യജമാനനോട് നല്ല രീതിയിൽ ഇടപെട്ടോണം. സഭാവിശ്വാസിയാണെന്ന് പറഞ്ഞ് കൂടെ ചെന്ന് കടം മേടിക്കുകയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം. അല്ലെ പിന്നെ പുള്ളി മനസ്സറിഞ്ഞ് ചെയ്യുന്നെങ്കിലും ഓക്കെ. അടുത്ത വാക്യം വായിച്ചേ മോളെ. ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാൽ അല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. അങ്ങനെ വേണം യജമാനന്മാരെ സേവിക്കാൻ. ദാസന്മാര് അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ കൂടെ ചെന്ന് ഉപദ്രവിക്കരുത്, അവർക്കെതിരെ സമരം ചെയ്യാൻ ആൾക്കാരെ സംഘടിപ്പിക്കരുത്. പാടാ ജോർജ്, കൊടിയുണ്ട്, നമുക്ക് ഇന്ന് തന്നെ അവിടെ ധർണ നടത്തണം. ഇയാളെ അങ്ങനെ മനസ്സിലായോ? ഇനി 9-ാം വാക്യം വായിച്ച വിവരിക്കാൻ നേരമില്ലല്ലോ. യജമാനന്മാരെ, പിന്നെ മുതലാളിമാരോട് പറയാ, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. അതുകൊണ്ട് അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുക. വേലക്കാരുടെ നല്ല രീതിയിൽ പെരുമാറണം. വളിച്ചതും പുളിച്ചതൊന്നും വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് കൊടുക്കരുത്. പുരുഷനകത്ത് വെച്ച് 3 ആഴ്ചയായി വളിച്ചു ഒരു നാറ്റവും. ആർക്കും നിനക്ക് വേണം, എനിക്ക് വേണ്ട, അവർക്ക് വേണം, എനിക്ക് വേണ്ട, അതൊക്കെ വേണം, എന്നാ പട്ടിക്ക് കൊടുക്കുക. പട്ടി ഇങ്ങനെ പട്ടിയും പുറകോട്ട് വലിഞ്ഞു. എന്നാൽ ഒരു കാര്യം മാറ്റി പോയി, തറ തുടയ്ക്കാൻ പറ്റുന്ന തങ്കയ്ക്ക് കൊടുക്കാം. തറ തുടയ്ക്കാൻ വരുന്ന അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. ഈ വീട്ടിൽ ജോലിക്ക് വരുന്ന പ്രായമുള്ള അപ്പം കാണും, തെങ്ങിന് തടവെടുക്കാൻ. അടുക്കള ജോലി ചെയ്യാൻ വരുന്ന അമ്മമാരും സഹോദരിമാരും കാണും. കൊച്ചു പിള്ളേരെ കൊണ്ടവരെ പേര് വിളിപ്പിക്കരുത്. കൊച്ചു പിള്ളേരെ കൊണ്ടവരെ തെങ്ങിന് തടവെടുക്കാൻ വന്നൊരു അപ്പൻ വേലയ്ക്ക് വന്നതാ. 75 വയസ്സ്. 12 വയസ്സുള്ള കൊച്ചൻ, ജോർജേ കാപ്പി, ജോർജ്. അഥവാ പിള്ളേർക്ക് അറിയാൻ പാടില്ല, വിളിച്ചാൽ എടാ അപ്പച്ചാന്ന് വിളിയടാ എന്ന് പറയണം, ഇല്ല ജോർജാന്ന് വിളിയടാ, പറഞ്ഞ് ശീലിപ്പിക്കണം. മനസ്സിലായോ? അടുക്കളപ്പണിക്ക് വരുന്ന അമ്മയായിരിക്കും, അവരുടെ സാഹചര്യം കൊണ്ടാണ് ജോലിക്ക് വരുന്നത്. പിള്ളേരെ കൊണ്ടൊന്നും പേര് വിളിപ്പിക്കരുത്. സ്തോത്രം. അവരുടെ നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. വീട്ടുവേലയ്ക്ക് വരുന്നവരോട് നല്ല കരുണയോടെ ഇടപെടണം കേട്ടോ. വീട്ടുവേലക്കാരും അങ്ങനെ ആയിരിക്കണം, അടിച്ചു മാറ്റരുത്. 12 പ്ലേറ്റ് ഉണ്ടായിരുന്നു, 1 എടുത്ത് മാറ്റി. സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന് ഓർത്തോണം. മുതലാളിമാരും അങ്ങനെ ആയിരിക്കണം. ചിലർ വീട്ടു ജോലിക്ക് വന്ന് ആരെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വാഷിംഗ് മെഷീൻ കേടാകും. അവൾ നിന്ന് അലക്കുക, മിക്സി വർക്ക് ചെയ്യുന്നില്ല, വേലക്കാരി വന്നേ പിന്നെ. മനസ്സിലാകുന്നുണ്ടോ എന്നാന്ന്? അങ്ങനെയുള്ള വീടുകളും നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലേലും വേലക്കാർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുത്തോണം. വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ പ്രശ്നക്കാരാന്നല്ല ഈ പറഞ്ഞത്. മനസ്സിലായോ?
ജോലിക്കാർക്ക് ചാറും പുളിയും, വീട്ടുകാർക്ക് മാത്രം മീൻ്റെ കഷണവും. നിങ്ങളുടെ അവരുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. പണ്ട് ഞങ്ങളുടെ കുട്ടനാട്ടിലെ വീട്ടുപേര് പറയുന്ന മോശമാണ്, ഇത് പിടിക്കുന്നത് കൊണ്ട് അവരെങ്ങാനും കേൾക്കുകയാണ് അത് പിന്നെ ഒരു വെറുതെ ഒരു ഇടർച്ച. വീടും ആളുമൊക്കെ എനിക്ക് നല്ല തിട്ടമാണ്. അപ്പോൾ ആ വീട്ടിലെ മുതലാളി നല്ല മനസാക്ഷിയുള്ളവനാണ്. മുതലാളി വേലക്കാരോടൊക്കെ നല്ല കരുണയും ദയുള്ള. തള്ളച്ചി അഹങ്കാരിയാണ്. ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പല്ലേ. ഊണിൻ്റെ സമയമായപ്പം ഉച്ചയ്ക്ക് മുതലാളി തിണ്ണയിലുണ്ട്, വലിയ തിണ്ണ, നെടുതീളം തിണ്ണയാണ്, കസാരയും മേശയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തള്ള മുതലാളിക്ക് വീട്ടിലെ കാരണവർക്ക് ഭക്ഷണം കൊണ്ടുവച്ചു. അന്നൊക്കെ വസ്തി ഇവിടെ എന്നാ പറഞ്ഞറിയത്തില്ല, വസ്തി എസ്തേറിൻ്റെ പുസ്തകത്തിലേ അല്ല, കുപ്പിപ്പാത്രം. പീലീസ് ഉണ്ട് കൂട്ടാൻ വെക്കാൻ, പീലീസ് ഇവിടെ എങ്ങനെ പറയാമെന്നറിയത്തില്ല, പീലീസ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ പീലീസ് എന്നാ. ഇപ്പോൾ ഒരു സോസർ, പണ്ട് പീലീസ്. അപ്പം 2-3 പീലീസിനകത്ത് കറി, ഒരു കുഴിവെള്ള ഈ കുപ്പി കോപ്പ എന്ന് പറയും, കുപ്പിക്കോപ്പ. കുപ്പിക്കോപ്പ. ആ കോപ്പയുടെ മേളിൽ ഇങ്ങനെ പച്ച കളറിലെ ഡിസൈനും ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ചാറോട് കൂടിയ മീൻ കറി. വീട്ടിലെ അപ്പന് മുതലാളിക്ക്, കുട്ടനാടല്ലേ, കരിമീനും മാങ്ങായും കൂടെ പച്ചത്തേങ്ങ അരച്ച് കറി വെച്ചതാ. ഉപവാസപ്രാർത്ഥനയ്ക്ക് ഇതൊന്നും പറയരുതാത്തതാ. കരിമീനും നല്ല കിളിച്ചുണ്ട മാങ്ങായും പച്ചത്തേങ്ങ അരച്ച് കറി വെച്ചതാ. അത് ഈ മുതലാളിക്ക് കുപ്പിക്കോപ്പയ്ക്കകത്ത് വലിയ കോപ്പയാണ് കരിമീനും. അപ്പോൾ ഈ ജോലിക്കാരനുണ്ട് ചാക്കോ, വലിയ തിണ്ണയും ഇളം തിണ്ണയും ഉണ്ട്. അപ്പോൾ ചാക്കോയ്ക്കും കൊണ്ട് ചോറ് കൊടുത്ത് ഇളം തിണ്ണ താഴെ, മുതലാളി മേളിൽ കസേരയും, ചാക്കോ താഴെ ഇളം തിണ്ണ. അപ്പോൾ ചാക്കോയ്ക്ക് തള്ള മാങ്ങായും ചാറുവേ കൊടുത്തോളൂ. മുതലാളിക്ക് ഇതങ്ങോട്ട് അറിയത്തുമില്ല. മുതലാളി നല്ല മനുഷ്യനാണ്. അപ്പം ഈ കഴിച്ചുകൊണ്ടിരുന്നപ്പം പച്ചത്തേങ്ങ അരച്ച് നല്ല കറിയല്ലേ, പുള്ളി കഴിച്ചുകൊണ്ടിരുന്നപ്പം ചോദിച്ചു, എടാ ചാക്കോ എങ്ങനെയുണ്ടടാ കറി എങ്ങനെയുണ്ട്, ചാറ് കറി. അന്നേരം ഈ തള്ളയെ നടന്നു വന്നു. അണേ ചാറ് കറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി അല്ല പറഞ്ഞേ. അണേ ചാക്കോ നല്ല കൂർമ്മബുദ്ധിക്കാരനാ. ചാക്കോ ചോദിച്ചു, കൊച്ചമ്മേ ഈ മാങ്ങ നമ്മുടെ ആ ആറ്റുതട്ട നിന്ന മാവിലെയാണോ? ഉടനെ കൊച്ചമ്മ, നിനക്കെങ്ങനെ മനസ്സിലായി? മാങ്ങായ്ക്ക് മീൻ്റെ മണം വരുന്നു. മാങ്ങായ്ക്ക് കരിമീൻ്റെ മനസ്സിലായോ? നമ്മുടെ ആറ്റുതട്ട നിന്ന് കിളിച്ചോണ്ട മാവിലെ മാങ്ങായ ഇതല്ലേ? അതിനാ നിനക്ക് അങ്ങനെ മനസ്സിലായി? നീ പറമ്പിൽ പണിയല്ല. അല്ല ഈ മാങ്ങായ്ക്ക് കരിമീൻ്റെ മണം. ആ മുതലാളി നല്ല മനുഷ്യൻ. അയാൾ അടുക്കളയിലോട്ട് കയറിയ കറച്ചട്ടിയും കറി അതുപോലെ എടുത്ത് ഒറ്റ അടിക്ക് പൊട്ടിച്ചു. ആരുവിനെ കൂട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ. അയാൾ അടുക്കളയിലോട്ട് കയറി ആ കറച്ചട്ടിയും കറിയും ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അതിലോട്ടെടുത്ത് മുറ്റത്തോട്ട് ഒറ്റ അടിക്ക് പൊട്ടിച്ചു. ഇവിടെ ആരുവിനെ ഇത് കൂട്ടുണ്ടെന്ന് പറഞ്ഞു. പറമ്പിൽ പണിയെടുക്കുന്നവന് നീ ഒരു കഷ്ണം മീൻ പോലും കൊടുക്കാതെ. അങ്ങനെയുള്ള നല്ല മുതലാളിമാരും ഉണ്ട്. മുതലാളിമാരെല്ലാം ചീത്തയല്ല, മനസ്സാക്ഷിയുള്ളവരുമുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്കും അവർക്കും ഒരജമാനൻ സ്വർഗത്തിലുണ്ട്. ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. ഓടിച്ചവസാനിപ്പിക്കാം. ആദ്യം ഭാര്യയെ വിളിച്ചു, പിന്നെ ഭർത്താവ്, പിന്നെ മക്കളെ, പിതാക്കന്മാരെ, ദാസനെ, യജമാ 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. ഇവർക്കുള്ള നിർദ്ദേശമെല്ലാം കൊടുത്തിട്ടാണ് 10ാം വാക്യത്തിൽ പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ന് പറഞ്ഞാൽ
6 ഗ്രൂപ്പുകാർ: ഭാര്യ, ഭർത്താവ്, മക്കള്, പിതാക്കന്മാർ, ദാസന്മാർ. ഇന്ന് ലോകത്തിൽ പാർക്കുന്ന സകല മനുഷ്യവർഗവും ഈ 6 ഗ്രൂപ്പിനകത്ത് പെടും. ഒന്നെങ്കിൽ നീ ഭാര്യയുടെ വശത്ത്, അല്ലെ ഭർത്താവിന് നല്ല, അല്ലെ മക്കളുടെ വശം, അല്ലെ പിതാക്കന്മാരുടെ തത്തിക, അല്ലെങ്കിൽ ദാസൻ, അല്ലെ യജമാനൻ എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തോടും ആ പൗലോസ് ഇത് പറഞ്ഞേക്കുന്നത്. കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം, മുഴു ലോകത്തോടും. ഇന്ന് രാത്രി നമ്മോടും ഈ സന്ദേശമാണ്. ഒടുവിൽ കർത്താവിലും അനുബലത്തിലും എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഭദ്രമായിട്ട് പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും കർത്താവിൻ്റെ ആത്മാവിൽ ബലപ്പെട്ടോണം. നിന്റെ മക്കൾ നിന്നോട് നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ മാതാപിതാക്കളെല്ലാം ആത്മാവിൽ ബലപ്പെട്ടോണം. മാതാപിതാക്കൾ മക്കളോട് നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ മക്കളെല്ലാം ആത്മാവിൽ ബലപ്പെട്ടോണം. ദാസന് യജമാനന് സഹവർത്തിത്വം പുലർത്തി പോകണമെങ്കിൽ 2 കൂട്ടരും ആത്മാവിൽ ബലപ്പെടണം. ഈ അന്ത്യകാലത്ത് പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും ആവശ്യം ആത്മബലമാണ്, കായബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, ഫിനാൻഷ്യലായിട്ടുള്ള ബലമൊന്നുമല്ല. നമുക്ക് ആവശ്യം ആത്മബലമാണ്. ഇത് വല്ലാത്ത ദുഷ്ടലോകമാണ്, പാപലോകമാണ്, അക്രമമുള്ള, അനീതികളുള്ള, വഞ്ചനയുള്ള വല്ലാത്ത ലോകമാണ്. അന്ത്യകാലമാണ്. മനുഷ്യൻ സ്വസനേകളും ദ്രവ്യാഗ്രകളും അമ്പ് പറയുന്നവരും ദൂഷകന്മാരും നന്ദി കെട്ടവരും ഇന്ദ്രിയമില്ലാത്തവരും ഭോഗപ്രിയരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും അങ്ങനൊരു കാലമാണ്. ഈ കാലത്തിൽ എനിക്ക് നിങ്ങൾക്ക് ആവശ്യം കായബലമല്ല, ആത്മബലമാണ്. അതാ പൗലോസ് പറഞ്ഞ ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തി. ഇത് എഫെസോസിലുള്ളവരോടാണ് ഇത് പറയുന്നത്. അതിന്റെ കാരണം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. 9:05 മിനിറ്റ് ഉണ്ടല്ലോ. ആട്ടെ, ഉള്ളതാട്ടെ. ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും. ഇത് എഫെസോസിലെ വിശ്വാസികളോട് പറയാൻ ഒത്തിരി കാര്യമുണ്ട്. 1-2 കാര്യം പറയാം. ഒന്നാമത്തെ കാരണം, എഫെസോസ് പട്ടണത്തിലുള്ള ഈ സഭ പോരാട്ടങ്ങളുടെ നടുവിൽ തുടങ്ങിയ സഭയാണ്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. അവർ ഇതിപ്പം ഓട്ടോ എല്ലാം കണ്ടപ്പോൾ പൗലോസ് ചോദിച്ചു, നിങ്ങളെല്ലാം വിശ്വാസത്തിലാണോ? ഉടനെ അവർ പിന്നെ ഞങ്ങൾ AD മോസസിൻ്റെ കാലത്ത് നാഗൽ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നാഗൽ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ. നാഗൽ സാഹിബിനെ കേട്ടിട്ടുണ്ടോ? നാഗൽ സാഹിബ്. സാഹിബ് വാണിയംകുളത്തിൽ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടാണ്. പഴയ വിശ്വാസം. ഉടനെ പൗലോസ് ചോദിച്ചു, ആട്ടെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? ഉടനെ അവർ ഉണ്ടെന്ന് പോലും ഞങ്ങൾ പരിശുദ്ധാത്മാവോ? ഉടനെ പൗലോസ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ലെന്ന് ഇവർ പറഞ്ഞപ്പം തമ്പെറിഞ്ഞോട്ടെടുക്കാനല്ല പറഞ്ഞത്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നെന്നാണ് ചോദിച്ചത്. കാരണം കുറഞ്ഞ പക്ഷം സ്നാനക്കടവിൽ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവെന്ന് കേൾക്കണ്ടേ പിതാവിൻ്റെയും. ഇവർ പറഞ്ഞ ഉണ്ടെന്ന് പോലും അതാ വെച്ച സ്നാനം ഏതാ? കാര്യങ്ങളെല്ലാം പറഞ്ഞു, ബോധ്യപ്പെടുത്തി, ഉപദേശം പറഞ്ഞു, പ്രമാണമെല്ലാം പറഞ്ഞു. ഒടുവിൽ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞു പ്രവചിച്ചു. എല്ലാം കൂടെ ഏകദേശം 12 പുരുഷന്മാർ. അങ്ങനായി സഭ തുടങ്ങുന്നത്. അപ്പൊ ഈ സഭയോട് കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടാൻ പറയാനുള്ളതിൻ്റെ പ്രഥമ കാരണം പറയാം. എഫെസോസ് പട്ടണത്തെ പറ്റി പഠിക്കുമ്പോൾ മന്ത്രവാദികളുടെ ഈറ്റില്ലമാണ്. മന്ത്രവാദികളുടെ ഈറ്റില്ലമാണ്. ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളുണ്ട്. ഇങ്ങനെ നെടുക നടക്കുക. മനസ്സിലായില്ലേ? മന്ത്രവാദികളുടെ ഈറ്റില്ലമായി പട്ടണം, ദേശാന്തരികൾ. അപ്പൊ മന്ത്രവാദികളുടെ ഈറ്റില്ലമായ പട്ടണത്തിൽ ഈ സഭ മുൻപോട്ട് പോകണമെങ്കിൽ ആത്മാവിൽ ബലപ്പെട്ടോണം. പിന്നെ ചപ്പളാത്തി കയ്യടിയല്ല അങ്ങ് നിർത്തണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. യോധനം എന്നെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പരിപാടി നടക്കത്തില്ല, വിജയിക്കത്തില്ല. മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആത്മശക്തി അത്യാവശ്യമാണ്. ഈ പാലക്കാട്ട് ഉള്ള ദൈവകുഞ്ഞുങ്ങൾ നിലനിൽക്കണമെങ്കിൽ ആത്മശക്തി അത്യാവശ്യമാണ്. ഉഴപ്പം പെന്തിക്കോസ് കൊണ്ടൊന്നും വിജയിക്കത്തില്ല. ശരിക്ക് കൈയടിച്ച് പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം.
ഉഴപ്പിയാൽ പരിപാടി വിജയിക്കത്തില്ല. അപ്പം മന്ത്രവാദികളുടെ ഈറ്റില്ലമായി പട്ടണം. ആ 13-ാം വാക്യം വായിച്ചേ മോളെ. 19:13 അപ്പോസ്തല പ്രവൃത്തി. എഫേസ്യ ലേഖനത്തിന്റെ 6 അധ്യായമല്ലേ ഉള്ളൂ. എഫേസ്യർ 19:13 അപ്പോസ്തല പ്രവൃത്തി. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികൾ, ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികൾ. അപ്പൊ മന്ത്രവാദികളുടെ ഈറ്റില്ലമായി പട്ടണം. ഈ മന്ത്രവാദികൾ എന്ന് പറഞ്ഞ് യഹൂദന്മാര് വരെ മന്ത്രവാദിയാ. അടുത്ത പാഠം അങ്ങനല്ലേ മോളെ? വായിച്ചേ. മന്ത്രവാദികളായ ചില യഹൂദന്മാർ, മന്ത്രവാദികളാകുന്ന ചില യഹൂദന്മാർ. കണ്ടോ, യഹൂദന്മാരെ ഈ പട്ടണത്തിൽ മന്ത്രവാദികളാ. അപ്പൊ പിന്നെ ജാതികളുടെ കാര്യം പറയാനുണ്ടോ? യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനമാ, ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താ, ദൈവം തെരഞ്ഞെടുത്ത ജനമാ. ഇതുപോലെ സേട്ട ജാതി വേറെ എവിടെ ഉള്ളെന്നാ? അങ്ങനെയുള്ള യഹൂദന്മാരിപ്പം മന്ത്രവാദമാ. അതും പുരോഹിതന്റെ പിള്ളേരാ. സ്കേവ 7 പിള്ളേര്, അവന്മാർ 7 ശൂദ്രം ചെയ്യുന്നവരാ. മഹാപുരോഹിതന്റെ പിള്ളേർ ഇന്ന് അങ്ങനെ. പിന്നെ ലോക്കലിന്റെ കാര്യം പറയാനുണ്ടോ? ഉണ്ടോ? പുരോഹിതന്റെ പിള്ളേരെ മന്ത്രവാദം ചെയ്യുക. വിശ്വാസി ഇങ്ങനെ പിന്നെ അവിശ്വാസിയുടെ കാര്യം പറയാനുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. അക്രൈസ്തവനോ ഹൈന്ദവനോ അല്ലെ മറ്റുള്ളവൻ കേസും വഴക്കുമായിട്ടങ്ങ് വശം കേട്ട് കോടതി കയറി ഇറങ്ങി അവനങ്ങ് മടുത്ത്. പിന്നെ അവർ പറഞ്ഞു നമുക്കിനി കേസിന് മഴക്കിന് പോകണ്ട, നമുക്ക് അണ്ട പെന്തിക്കോസ്കാരുടെ സഭയിലോട്ട് പോയി പ്രാർത്ഥിക്കാം. അതാ നല്ലത്. അവർ പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് സഭാഗോളിലോട്ട് വന്നപ്പോൾ സഭാഗോളിൽ നിന്ന് 3 പേര് ഇറങ്ങിപ്പോന്നു. അതാരാ സെക്രട്ടറി, അതോ ട്രഷറർ, അതാരാ കമ്മിറ്റി? എവിടെ പോവാ? അവർ കേസ് കൊടുക്കാൻ പോവാ. മറ്റൊരു കേസും കോടതി നിർത്തിയേച്ച് പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചേച്ച് നമ്മുടെ സഭയിൽ ആര് വരും? നമ്മൾ കർത്താവേ പാലക്കാടിനെ വിടിവിക്കണമേ, അനേകർ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത അനേകർ ചുമ്മാ നാമോങ്ങുന്നത് പോലെ ഇരുന്ന് കുരുക്കെല്ലാം ഒപ്പിച്ചേച്ച് നമ്മളെ കണ്ടു വേണ്ടേ അവർ വരാൻ? വേണ്ടേ? യഹൂദന്മാർ വരെ മന്ത്രവാദികളാ. അപ്പൊ പിന്നെ ജാതികളുടെ കാര്യം പറയാം. ഞാൻ എപ്പോഴും പറയും, ചുമ്മാ ഇരിക്കുമ്പോൾ കടിച്ചും ചവച്ചിരിക്കുന്ന അണ്ണാച്ചി കപ്പലണ്ട് കണ്ടാ വെച്ചേക്കുമെന്ന്. ചുമ്മാ ഇരിക്കുമ്പോൾ ഇരിക്കുക. അവിടെ കടല കൊടുത്താലോ? ചുമ്മാ ഇരിക്കുമ്പോൾ ചവച്ചിരിക്കുക. അവിടെ കുമ്പിൾ കൊത്തി കടല കൊടുത്താലോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. പ്രമാണമുള്ള യഹൂദന്മാരാ മന്ത്രവാദം ചെയ്യുന്നത്. അപ്പം മന്ത്രവാദികളുടെ ഈറ്റില്ലമാണ് എഫെസോസ് പട്ടണം. ഇനി 1-2 മന്ത്രവാദികളല്ല, അനേകം മന്ത്രവാദികളുണ്ട്. അവിടെ ഒരു പ്രയോഗമുണ്ട് മോളെ. ആ 19-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട്, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന പലരും. അത് മാത്രം ഒന്ന് വായിച്ചേ. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും മതി. അപ്പോൾ 1-2 അല്ല, അനേകർ ഈ പട്ടണത്തിലുണ്ട് മന്ത്രവാദം ചെയ്യുന്നവർ. പലരും 1-2 ആയിരുന്നേ സഹിക്കാം. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന. അപ്പൊ ഈ പട്ടണത്തിന്റെ പ്രകൃതിയാ. 1 മന്ത്രവാദികളുടെ ഈറ്റില്ലം. അത് 1-2 മന്ത്രവാദിയല്ല, അനേക മന്ത്രവാദികൾ. ഇനി എൻ്റെ ഭാഷയെ പറഞ്ഞാൽ 1-2 മന്ത്രവാദിയല്ല, അനേക മന്ത്രവാദി. ലൊട്ടിലൊടുക്ക് മന്ത്രവാദിയല്ല, പൂവൻകൊള്ളിലെ പടലിക്ക് പിടിച്ചു പെരക്കൂറ്റി ഓടുന്ന മന്ത്രവാദിയല്ല. 2 വാടത്തടയും വെട്ടി തീർന്ന മന്ത്രവാദം. മണികിലിക്ക് പെരക്കി വിറ്റു, അങ്ങനത്തെ മന്ത്രവാദിയല്ല. പുസ്തകങ്ങൾ വെച്ച് പഠിച്ച മന്ത്രവാദികൾ, സ്റ്റാൻഡേർഡുള്ള മന്ത്രവാദത്തിൽ ബിരുദമുള്ളവരാ. ആ വാക്യം 19-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ അപ്പൊ ശ്രദ്ധിച്ചേ, പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികളാ, അല്ല ലൊട്ടിലൊടുക്കല്ല. പുസ്തകങ്ങൾ വെച്ച് വിലയുള്ള പുസ്തകമാണ്. കാരണം അത് കത്തിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ വിലയെല്ലാം കൂടെ കണക്ക് കൂട്ടിയ 50,000 വെള്ളിക്കാശ്. അന്നത്തെ 50,000. അപ്പൊ കോടിക്കണക്കിന് വില മതിക്കുന്ന ഈടുറ്റ മന്ത്രവാദത്തിന്റെ ഗ്രന്ഥം വെച്ച് പഠിച്ച എന്ന് പറഞ്ഞാൽ മന്ത്രവാദത്തിൽ ബിരുദമുള്ളവരാ. അല്ല ചുമ്മാ കൊച്ചു മന്ത്രവാദിയൊന്നുമല്ല. അപ്പൊ മന്ത്രവാദികളുടെ കീറ്റിലും
അനേകം മന്ത്രവാദികൾ സ്റ്റാൻഡേർഡ് ഉള്ള മന്ത്രവാദികൾ ഡോക്ടറേറ്റാ. അങ്ങനെയുള്ള മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമായി എഫെസോസ് പട്ടണം. ഇനി വേറെ ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ശക്തമായി കൊണ്ടിരിക്കുക. ഇതിന് നടുവിൽ വിശ്വാസി ആത്മാവിൽ ബലപ്പെട്ടോണം. കുടുംബാരാധന മുടങ്ങരുത്, കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്. കുഞ്ഞുങ്ങളുമായിട്ട് മുഴങ്കാലിരുന്ന് പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞോണം. പ്രൈസ് ദ ലോർഡ്. ഒടുവിൽ കർത്താവിലും ആമിരബലത്തിൽ ശക്തിപ്പെടുവീൻ. നമുക്ക് ആവശ്യം ആത്മശക്തിയാ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ, സമർപ്പിച്ച് പ്രാർത്ഥിര്. കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ തരണം. എല്ലാവരും പ്രാർത്ഥിര്. അന്ധകാര ശക്തികൾ പ്രബലപ്പെട്ടു വരികയാ. മന്ത്രവാദത്തിന്റെ പോരുകൾ വർദ്ധിച്ചു വരികയാ. ആഭിചാര ശക്തികൾ പൊങ്ങി വരികയാ. ഇതിന് നടുവിൽ ആത്മശക്തിയില്ലാതെ ഒക്കത്തില്ല. എല്ലാവരും പ്രാർത്ഥിര്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ജീസസ്. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിൽ. ഓ ദൈവത്തിന്റെ, കൈയടിച്ച് ചേർന്ന് പാട്. ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകും. ആമേ ദൈവത്തിന്റെ. ഓ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാം. ഓ മായയായ ലോകത്തിൽ ഞാൻ എന്റെ ചങ്ങനാമേശുവിൽ ഞാൻ ആശ്രയിച്ച്. എന്റെ ചങ്ങനാമേശുവിൽ ഞാൻ കൊണ്ടാനന്ദി. ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ. ആമേൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ.